പലപ്പോഴും മൊബൈൽ ഫോണിന് അടിമകളായിട്ടുള്ള കൊച്ചുകുട്ടികളെയും മുതിർന്നവരെയും നാം വിലക്കാറുണ്ട്. എന്നാൽ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന വാർത്തയാണ് കേരളത്തിൽ നിന്നും വന്നിട്ടുള്ളത്. തീർച്ചയായും ഭയപ്പെടുത്തുന്ന ഒരു വാർത്ത കൂടിയാണത്. തൃശൂരിലെ തിരുവിലാമലയിൽ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് 8 വയസ്സുകാരി മരിച്ചത് നമ്മെ ഏറെ ഭയപ്പെടുത്തുന്നതും ചിന്തിപ്പിക്കുന്നതുമായ ഒരു വാർത്തയാണ്. അതേസമയം തന്നെ ഏറെ സങ്കടപ്പെടുത്തുന്നതുമാണ്. ഏറെ നേരം വീഡിയോ കണ്ടതിനാലാണ് ഫോൺ പൊട്ടിത്തെറിച്ചത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വീഡിയോ കണ്ട് ഫോൺ ചൂടായി പൊട്ടിത്തെറിച്ചതാകാമെന്നാണ് കരുതുന്നത്. വിദഗ്ധ പരിശോധനയ്ക്കു ശേഷമേ യഥാർത്ഥ കാരണം വ്യക്തമാകൂ. ഇതിനായി ഫോറൻസിക് പരിശോധനയും നടക്കുന്നുണ്ട്. 3 വർഷം മുമ്പ് കുട്ടിയുടെ അച്ഛന്റെ അനുജൻ പാലക്കാട്ടു നിന്ന് വാങ്ങിയ ഫോണാണ് പൊട്ടിത്തെറിച്ചത്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ അംഗം പട്ടിപ്പറമ്പ് കുന്നത്ത് വീട്ടിൽ അശോക് കുമാറിന്റെയും സൗമ്യയുടെയും ഏക മകൾ ആദിത്യ ശ്രീയാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി 10:30 സംഭവം. കുട്ടിയും മുത്തശ്ശിയും മാത്രമാണ് സംഭവ സമയം വീട്ടിലുണ്ടായിരുന്നത്. ഭക്ഷണമെടുക്കാനായി മുത്തശ്ശി അടുക്കളയിലേക്ക് പോയ സമയത്തായിരുന്നു അപകടം. പൊട്ടിത്തെറിയിൽ കുട്ടിയുടെ വലതു കൈവിരൽ അറ്റുപോകുകയും കൈപ്പത്തി തകരുകയും ചെയ്തിട്ടുണ്ട്. മുഖത്തു ഗുരുതരമായി പരിക്കേറ്റതായും പോലീസ് അറിയിച്ചു. എന്തുതന്നെയായാലും ഏറെ ഭയപ്പെടുത്തുന്ന ഈ വാർത്ത നമുക്ക് ചിന്തിക്കാനുള്ളതുകൂടിയാണ്. കുട്ടികളെ വിലക്കുന്നതോടൊപ്പം തന്നെ നാമും ഈ കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതാണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഇങ്ങനെയൊരു വാർത്ത കേൾക്കാനിടയാവാതിരിക്കട്ടെ.